ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇന്ന് നമ്മൾ 6th സോഷ്യൽ സയൻസിലെ 10ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ നോക്കുന്നത്. 10ാമത്തെ ചാപ്റ്റർ ആയ സമുദ്രങ്ങളിലൂടെ എന്നുള്ള ചാപ്റ്റർ ആണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതിനു മുമ്പുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവർ അത് പോയി കാണണേ. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ സമുദ്രങ്ങളിലൂടെ ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ ഒരു കവിത ആണല്ലേ കൊടുത്തിട്ടുള്ളത്. NV കൃഷ്ണവാര്യരുടെ പ്രശസ്തമായിട്ടുള്ള ഒരു കവിത ആണ് വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ ഈ ഒരു കവിതയിലെ കുറച്ച് വരികളാണ് കൊടുത്തിട്ടുള്ളത്. വയലും പുഴയും കടന്നു പോകാം, കടലിൽ കടലിൽ പകർന്നു പോകാം, പഴയ കാലത്ത് കൊളംബസ് പോയ പോലെ പുതിയ ലോകങ്ങൾ തിരിഞ്ഞു പോകാം, നമ്മൾ പുതുവാന വട്ടങ്ങൾ തേടിപ്പോകാം. അപ്പൊ ഇത് NV കൃഷ്ണവാര്യരുടെ പ്രശസ്തമായിട്ടുള്ള ഒരു കവിത ആയിട്ടുള്ള വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞിട്ടുള്ള കവിതയിലെ വരികളാണ് കേട്ടോ. അപ്പൊ ഈ ഒരു കവിത എന്ന് പറയുന്നത് എന്താണ്, കാലവർഷം കേരളത്തിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ് ഈ ഒരു കവിതയിൽ കൂടുതലായിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് നമുക്കിവിടെ കൊളംബസിനെ പോലെ സാഹസിക യാത്ര നടത്തിയ നാവികരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പുതിയ ലോകങ്ങൾ തേടി വിശാലമായ സമുദ്രങ്ങളിലൂടെ അവർ നടത്തിയ യാത്രകൾ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചവയാണ്. സമുദ്രങ്ങളെ കുറിച്ചറിയാൻ നമുക്കും ഒരു യാത്ര പോയാലോ? ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ജലം. ഭൗമോപരിതലത്തിന്റെ 71% ജലമാണ്. സമുദ്രങ്ങൾ, കായലുകൾ, തടാകങ്ങൾ, നദികൾ, അരുവികൾ, ഉറവകൾ, ജലസംഭരണികൾ, കിണറുകൾ എന്നിവ ജലത്തിന്റെ വിവിധ സ്രോതസ്സുകളാണെന്ന് നമുക്കറിയാം അല്ലെ. ഇവയിൽ ഉപരിതല ജലസ്രോതസ്സുകളും ഭൂഗർഭ ജലസ്രോതസ്സുകളും ഉൾപ്പെടുന്നു. അപ്പൊ നമുക്ക് എന്താണ്, ജലസ്രോതസ്സുകളെ രണ്ടായിട്ട് തിരിക്കുകയാണ്. എന്ത്, ഒന്ന് ഭൂഗർഭ ജലസ്രോതസ്സുകൾ എന്നും ഉപരിതല ജലസ്രോതസ്സുകൾ എന്നും. അപ്പൊ ഉപരിതല ജലസ്രോതസ്സുകൾ ഭൗമോപരിതലത്തിൽ കാണപ്പെടുമ്പോൾ ഭൂഗർഭ ജലസ്രോതസ്സുകൾ ഉപരിതലത്തോട് ചേർന്ന് ഭൂമിക്കുള്ളിലായിട്ട് കാണപ്പെടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ജലസ്രോതസ്സുകളെ രണ്ടായിട്ട് തിരിച്ചു എന്ന് പറഞ്ഞു. ഒന്ന് ഉപരിതല ജലസ്രോതസ്സും, രണ്ട് ഭൂഗർഭ ജലസ്രോതസ്സുകളും കേട്ടോ. ഇനി തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് ആശയപടം പൂർത്തിയാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്താണ്, കിണറ്, തടാകം, അതുപോലെ നീരുറവ, കുഴൽക്കിണർ, നദി, സമുദ്രം, ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് എന്താണ്, ഉപരിതല ജലസ്രോതസ്സുകളിൽ നിന്നും ഭൂഗർഭ ജലസ്രോതസ്സുകളിൽ എന്താണ് ക്ലാസിഫൈ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഉപരിതല ജലസ്രോതസ്സുകൾ, ഭൂഗർഭ ജലസ്രോതസ്സുകൾ, ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് ഉപരിതല ജലസ്രോതസ്സുകളിൽ പറയാൻ പറ്റുക? നദി ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇനി നമുക്ക് തടാകം പറയാൻ പറ്റും. തടാകം, ഓക്കെ, തടാകം. പിന്നെ സമുദ്രം, ഓക്കെ, അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്ന ജലസ്രോതസ്സുകളാണ് ഉപരിതല ജലസ്രോതസ്സുകൾ കേട്ടോ. നദി, തടാകം, സമുദ്രമൊക്കെ ഉപരിതല ജലസ്രോതസ്സുകളാണ്. ഇനി ഭൂഗർഭ ജലസ്രോതസ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവിടെ കൊടുത്തിട്ടുള്ളത്? നീരുറവ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതുപോലെ കിണർ, പിന്നെന്താണ്, കുഴൽ കിണറൊക്കെ എന്താണ്, ഭൂഗർഭ ജലസ്രോതസ്സുകളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? കിണറ്, തടാകം, നീരുറവ, കുഴൽ കിണർ, നദി, സമുദ്രമൊക്കെയാണ് കൊടുത്തത്. ഇതിൽ നമ്മൾ ഏതൊക്കെയാണ്? ഉപരിതല ജലസ്രോതസ്സുകൾ നദി, തടാകം, സമുദ്രമൊക്കെയാണ്. അതുപോലെ ഭൂഗർഭ ജലസ്രോതസ്സുകൾ നീരുറവ, കിണർ, കുഴൽ കിണറൊക്കെ കേട്ടോ. ഓക്കെ, ഇനി ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ജലം ഏതെല്ലാം സ്രോതസ്സുകളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? നീരുറവ, പിന്നെ നമുക്ക് കിണർ എന്നാണ് അല്ലെ. കിണറ്, പിന്നെ കുഴൽ കിണറ്, പിന്നെ തടാകങ്ങളിൽ നിന്നും പറയാം. ഓക്കെ, ജീവജാലങ്ങൾ ഭൂമിയിലെ ജലം നിരന്തരമായി ഉപയോഗിച്ചിട്ടും തീർന്നു പോകാത്തത് എന്തുകൊണ്ടായിരിക്കും? ജലമണ്ഡലത്തിലെ ജലത്തിന്റെ ചാക്രിക ചലനത്തിന്റെ അല്ലെങ്കിൽ ജലപരിവൃത്തി ഫലമായാണ് ജലസ്രോതസ്സുകളിലെ ജലം ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകാത്തത്. എന്താണ്, ജലമണ്ഡലത്തിലെ ജലത്തിന്റെ ചാക്രിക ചലനത്തിന്റെ, അതായത് ജലപരിവൃത്തി എന്ന് പറയും കേട്ടോ. അതിന്റെ ഫലമായിട്ടാണ് ജലസ്രോതസ്സുകളിൽ ജലം ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകാത്തത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ജലപരിവൃത്തി കാരണം, ഓക്കെ, അല്ലെങ്കിൽ ചാക്രിക ചലനം കാരണം, ജലമണ്ഡലത്തിലെ ജലത്തിന്റെ ചാക്രിക ചലനത്തിന്റെ അല്ലെ ജലപരിവൃത്തിയുടെ ഫലമായിട്ടാണ് ജലസ്രോതസ്സുകളിൽ ജലം ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകാത്തത് കേട്ടോ. എന്താ ജലമണ്ഡലം എന്ന് പറഞ്ഞാല്? ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ
ഭൂമിയുടെ ഉപരിതലത്തിലും അന്തർഭാഗത്തും അന്തരീക്ഷത്തിലുമായി കാണപ്പെടുന്ന ആകെ ജലമാണ് ജലമണ്ഡലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ ഈ മൂന്ന് അവസ്ഥകളിലായിട്ടും ഭൂമിയുടെ ഉപരിതലത്തിലും അന്തർഭാഗത്തും അന്തരീക്ഷത്തിലുമായിട്ട് കാണപ്പെടുന്ന ആകെ ജലത്തെയാണ് ജലമണ്ഡലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ജലമണ്ഡലത്തിന്റെ ചാക്രിക ചലനത്തിന്റെ ഫലമായിട്ടാണ് ജലസ്രോതസ്സുകളിലെ ജലം ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകാത്തത്. ഓക്കെ, നമുക്കിനി ജലപരിവൃത്തി എന്താണെന്ന് നോക്കട്ടോ. ഭൂമിക്കുള്ളിലും ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലുമുള്ള ജലത്തിന്റെ ചാക്രിക ചലനമാണ് ജലപരിവൃത്തി എന്ന് പറയുന്നത്. ഈ ചാക്രിക ചലനം എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ജലപരിവൃത്തിയുടെ എന്താണ് ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ചിത്രം നിരീക്ഷിച്ചില്ലേ? ഇവിടെ പരിവൃത്തിയുടെ ചിത്രമാണല്ലോ കൊടുത്തിട്ടുള്ളത്. എന്താണ്? തടാകങ്ങളിലെയും സമുദ്രജലത്തിലെയും നദികളിലൊക്കെ ജലം എന്താണ് ബാഷ്പീകരിച്ച് പൊങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? ബാഷ്പീകരണം നടത്തി പിന്നെന്താണ് ഘനീകരണം കൊടുത്തിട്ടുണ്ട്, പിന്നെ വർഷണം. ഓക്കെ, ഇതൊരു ഫ്ലോ ആണ് കേട്ടോ, ഫ്ലോ ചാർട്ട് ആണ്. നമുക്ക് നോക്കാം. ഭൗമോപരിതലത്തിലെ വിവിധ ജലസ്രോതസ്സുകളിലെ ജലം, അതായത് തടാകങ്ങളിലെയും സമുദ്രജലത്തിലെയും നദികളിലെയൊക്കെ ജലം ബാഷ്പീകരണത്തിലൂടെ നീരാവിയായിട്ട് മാറുന്നു. ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപം കൊള്ളുന്നു കേട്ടോ. പിന്നെ മേഘങ്ങൾ കൂടാതെ മൂടൽമഞ്ഞ്, തുഷാരം എന്നിവയും ഘനീകരണത്തിന്റെ മറ്റു രൂപങ്ങളാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. മേഘങ്ങൾ കൂടാതെ മറ്റെന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? തുഷാരം, മൂടൽമഞ്ഞ് കേട്ടോ. ഇതൊക്കെ എന്താണ്? ഘനീകരണത്തിന്റെ മറ്റു രൂപങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മേഘങ്ങൾ കൂടാതെ മൂടൽമഞ്ഞ്, തുഷാരം എന്നിവയും എന്താണ്? ഘനീകരണത്തിന്റെ മറ്റു രൂപങ്ങളാണ്. വർഷണത്തിലൂടെ മേഘങ്ങളിലെ ജലകണികകൾ ഭൂമിയിലേക്ക് പതിക്കുന്നു. ഓക്കെ, മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം വീഴ്ച എന്നിവ വർഷണത്തിന്റെ വിവിധ രൂപങ്ങളാണ്. മഴ നമുക്കറിയാം അല്ലെ. പിന്നെ മഞ്ഞുവീഴ്ച, ആലിപ്പഴം വീഴ്ച എന്നിവയൊക്കെ എന്താണ്? വർഷണത്തിന്റെ വിവിധ രൂപങ്ങളാണ്. ഇത് ഓരോന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപറേഷൻ എന്താണ്? ഒരു ദ്രാവകം താപത്തിന്റെ സഹായത്താൽ വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ്, നമുക്കറിയാം അല്ലെ. ഘനീകരണോ? കണ്ടൻസേഷൻ, വായുവിലെ ജലബാഷ്പം നീരാവി തണുത്ത് ജലമായിട്ട് മാറുന്ന പ്രക്രിയയാണ് കണ്ടൻസേഷൻ. വർഷണം അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ എന്താണ്? തുടർച്ചയായ ഘനീകരണത്തിലൂടെ മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പവും ഭാരവും കൂടുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് തങ്ങി നിൽക്കാനാവാതെ അവ ദ്രാവക രൂപത്തിലോ ഖരരൂപത്തിലോ ഭൂമിയിലേക്ക് പതിക്കുന്ന പ്രക്രിയയാണ് വർഷണം എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞു മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം വീഴ്ച എന്നിവയൊക്കെ വർഷണത്തിന്റെ വിവിധ രൂപങ്ങളാണ്. ഓക്കെ, ഇങ്ങനെ ജലമണ്ഡലത്തിൽ ജലം ബാഷ്പീകരണം, ഘനീകരണം, വർഷണം എന്നീ പ്രക്രിയകളിലൂടെ ചാക്രികമായി ചലിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ജലപരിവൃത്തി കേട്ടോ. അപ്പൊ ഈ ഒരു ജലപരിവൃത്തി കാരണമാണ് നമ്മുടെ എന്താണ് നമ്മുടെ ഈ ഒരു ഭൂമിയിൽ നിന്നാണ് ജലത്തിന്റെ അളവ് കുറയാത്തതെന്നാണ് പറഞ്ഞത്. ഓക്കെ, ചാക്രിക ചലനം മൂലമാണ് അല്ലെങ്കിൽ ജലപരിവൃത്തി മൂലമാണ്. അപ്പൊ ജലമണ്ഡലത്തിൽ ജലം ബാഷ്പീകരണം, ഘനീകരണം, വർഷണം എന്നീ പ്രക്രിയകളിലൂടെ ചാക്രികമായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജലപരിവൃത്തി കേട്ടോ. ഓക്കെ, ഇനി ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ജലം. എന്നാൽ ജലത്തിന്റെ വിതരണം ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെയാണോ? തന്നിരിക്കുന്ന ചിത്രത്തിൽ നിന്നും ജലത്തിന്റെ വിതരണം നിരീക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ജീവന നിലനിൽപ്പിന് എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ജലമാണ് അല്ലെ. എന്നാൽ ജലത്തിന്റെ വിതരണം ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെ അല്ല എന്നാണ് കേട്ടോ. ഇനി അതിന്റെ ആ ഒരു തന്നിരിക്കുന്ന ചിത്രത്തിൽ നിന്നാണ് ജലത്തിന്റെ വിതരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സമുദ്രജലവും മറ്റ് ലവണജലവും നമ്മൾ പറഞ്ഞു 97% ജലം ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ഇതില് 97% എന്താണ്? സമുദ്രജലവും മറ്റ് ലവണജലവുമാണ്. ശുദ്ധജലം 3% മാത്രമാണ് ശുദ്ധജലം ഉള്ളത് കേട്ടോ. ഓക്കെ, ഇനി ഈ ഒരു ശുദ്ധജലം തന്നെ ഹിമപാളികളിലെയും ഹിമാനികളുടെയും ജലം 68.7%, 3% എന്താണ്? 68.7% ഹിമപാളികളിലെയും ഹിമാനികളുടെയും ജലമാണ്. ഭൂഗർഭജലം 30.1 ഉപരിതല ജലം 0.3 അതുപോലെ എന്താണ്? മറ്റുള്ളവ 0.9 ആണ് കേട്ടോ. അപ്പൊ ഉപരിതല ജലം എന്താണ്? നമ്മൾ എന്താണ്? ഭൂഗർഭജലം, അതായത് കിണറിൽ നിന്നും അതുപോലെ എന്താണ് കുഴൽക്കിണറൊക്കെ കുഴിച്ച് നമുക്ക് കിട്ടുന്ന ജലമാണ് ഭൂഗർഭജലമാണ്, നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ അത് 30.1% കേട്ടോ. ഓക്കെ, ഇനി എന്താണ്? ഉപരിതല ജലം 0.3% ആണ്, മറ്റുള്ളവ 0.9%. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്തേക്ക് കേട്ടോ.
ഭൂമിയിലെ ജലത്തിന്റെ 97% ലവണജലമാണെന്ന് നമുക്കറിയാം അല്ലെ. ഭൂമിയിലുള്ള ആകെ ശുദ്ധജലത്തിന്റെ അളവ് 3%. നമ്മൾ കണ്ടു. അതിൽ ഭൂരിഭാഗവും ഹിമപാളികളിലും ഹിമാനികളിലുമായിട്ട് ഉറഞ്ഞു കിടക്കുന്നു. ജീവജാലങ്ങൾക്ക് ഉപയോഗിക്കാൻ ലഭ്യമായ ശുദ്ധജലത്തിന്റെ അളവ് വളരെ പരിമിതമാണ്. ശുദ്ധജലം പോലെ തന്നെ ഭൂമിയിൽ മനുഷ്യരുടെ നിലനിൽപ്പിന് സമുദ്രജലവും അനിവാര്യമാണ്. കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിലും ആവാസ വ്യവസ്ഥകളെ പിന്തുണയ്ക്കുന്നതിലും സമുദ്രങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നു. കൂടാതെ മനുഷ്യജീവിതത്തിന് ആവശ്യമായ വിഭവങ്ങളും സമുദ്രങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ശുദ്ധജലം പോലെ തന്നെ എന്താണ് സമുദ്രജലവും അത്യാവശ്യമായ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സമുദ്രങ്ങൾ അടുത്ത ഹെഡിങ് ആണ് സമുദ്രങ്ങൾ. ലോക സമുദ്ര ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ തയ്യാറാക്കിയ പ്ലക്കാർഡുകളാണ് കേട്ടോ. സമുദ്രങ്ങൾ സംരക്ഷിക്കൂ, ഭൂമിയിൽ ജീവൻ നിലനിർത്തൂ. സമുദ്രങ്ങൾ എന്താണ് ഭാവി സുരക്ഷിതമാക്കൂ. അതുപോലെ വിഭവങ്ങളുടെ കലവറകളാണ് സമുദ്രങ്ങൾ, ചവറ്റുകുട്ടകളല്ല എന്നൊക്കെയാണ്. സമുദ്ര ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ തയ്യാറാക്കിയ പ്ലക്കാർഡുകളാണ് കേട്ടോ. എന്നാണ് ലോക സമുദ്ര ദിനം? നമുക്കറിയാം ലോക സമുദ്ര ദിനം ജൂൺ 8-നാണ് അല്ലെ ആഘോഷിക്കുന്നത്. ജൂൺ 8-നാണ് കേട്ടോ. ജൂൺ 8 ലോക സമുദ്ര ദിനം. ഓക്കെ, ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് സമുദ്രങ്ങൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണ്. സമുദ്രങ്ങളുടെ കൂടുതൽ സവിശേഷതകളാണ് നമുക്ക് നോക്കാനുള്ളത്. ഭൂഖണ്ഡങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ ജലാശയങ്ങളാണ് സമുദ്രങ്ങൾ ട്ടോ. നമുക്കറിയാം ഭൂഖണ്ഡങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ ജലാശയങ്ങളാണ് സമുദ്രങ്ങൾ. കടലുകൾ, ഉൾക്കടലുകൾ എന്നിവ സമുദ്രത്തിന്റെ ഭാഗങ്ങളാണ്. സമുദ്രങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സമുദ്രശാസ്ത്രം അല്ലെങ്കിൽ ഓസിനോഗ്രാഫി ട്ടോ. ഓസിനോഗ്രാഫി എന്താ പറഞ്ഞിട്ടുള്ളത്? സമുദ്രശാസ്ത്രം അല്ലെങ്കിൽ ഓസിനോഗ്രാഫിയാണ് സമുദ്രങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം കേട്ടോ. സമുദ്രജലത്തിന്റെ സങ്കീർണമായ ചലനാത്മകത തിരിച്ചറിയുന്നതിന് സമുദ്ര പഠനം സഹായിക്കുന്നു. കൂടാതെ കാലാവസ്ഥാ വ്യതിയാനം, സമുദ്ര മലിനീകരണം, ജൈവ വൈവിധ്യ ശോഷണം തുടങ്ങിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും സമുദ്ര പഠനം ഉപകരിക്കുന്നു. അപ്പൊ ലോക സമുദ്ര ദിനം ജൂൺ 8 കൊടുത്തിട്ടുണ്ടല്ലേ. എല്ലാ വർഷവും ജൂൺ 8 ലോക സമുദ്ര ദിനമായിട്ട് ആചരിക്കുന്നു. സമുദ്രങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. മനുഷ്യരുടെ അശാസ്ത്രീയമായ ഇടപെടലുകൾ സമുദ്ര ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. അതിനാൽ സമുദ്രങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തുന്ന ദിനം കൂടിയാണിത്. ഓക്കെ, ഇനി ഓരോന്നാണ് പറയുന്നത് കേട്ടോ. സമുദ്രങ്ങളുടെ ഭാഗമാണ് കടൽ, ഉൾക്കടൽ, കടലെടുക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. കടൽ എന്താണ്? ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗമാണ് കേട്ടോ. ഭാഗികമായിട്ട്, ഈ ഒരു വേർഡ് നോട്ട് കേട്ടോ. ഭാഗികമായിട്ട് കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗമാണ് കടൽ. ഉദാഹരണം അറബിക്കടലൊക്കെ. ഓക്കെ, എന്നാൽ ഉൾക്കടൽ എന്താ? കരഭാഗത്തിനുള്ളിലേക്ക് കയറി കിടക്കുന്ന സമുദ്രഭാഗങ്ങളാണ് ഉൾക്കടൽ. ഉദാഹരണം ബംഗാൾ ഉൾക്കടലൊക്കെ കേട്ടോ. കടലിടുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടു കടലുകളുടെയോ സമുദ്രഭാഗങ്ങളുടെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും കരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്നതുമായ വീതി കുറഞ്ഞ സമുദ്രഭാഗമാണ് കടലിടുക്ക്. ഉദാഹരണം പാക് കടലിടുക്ക് കേട്ടോ. മൂന്നും പറഞ്ഞു നമ്മള്. കടൽ എന്താണ്? ഭാഗികമായിട്ട് കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗമാണ്. ഉൾക്കടല് കരഭാഗത്തിനുള്ളിലേക്ക് കയറി കിടക്കുന്ന സമുദ്രഭാഗമാണ് ഉൾക്കടല്. കടലിടുക്ക് എന്താണ്? രണ്ട് കടലുകളുടെയോ അതുപോലെ സമുദ്രഭാഗങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും കരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്നതുമായ വീതി കുറഞ്ഞ സമുദ്രഭാഗമാണ് കടലിടുക്ക്. പാക് കടലിടുക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് പാക് കടലിടുക്ക് എന്താ പറഞ്ഞാൽ? രണ്ട് കടലുകളുടെയോ സമുദ്രഭാഗങ്ങളുടെയോ തമ്മിൽ ബന്ധിപ്പിക്കുക ചെയ്യുന്നില്ല. അതുപോലെ കരകൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നതുമായ വീതി കുറഞ്ഞ സമുദ്രഭാഗമാണ് കടലിടുക്ക് എന്ന് പറഞ്ഞു. പാക് കടലിടുക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ. അതായത് നമ്മുടെ ശ്രീലങ്കന്റെയും ഇന്ത്യയുടെയും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ പിന്നെന്താണ് നമ്മൾ പറഞ്ഞ? രണ്ട് സമുദ്രങ്ങളാണ് അല്ലെ. ബംഗാൾ ഉൾക്കടലിന്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതുമാണ്. ഓക്കെ, അടുത്തത് ലോക ഭൂപടം നിരീക്ഷിച്ച് സമുദ്രങ്ങൾ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഏതൊക്കെ സമുദ്രങ്ങളാണ് നമുക്ക് അറിയാം. വൻകരകൾ അല്ലെ. വൻകരകൾക്കിടയിലായിട്ട് സമുദ്രങ്ങൾ കാണപ്പെടുന്നത് പസഫിക് സമുദ്രമുണ്ട്, അറ്റ്ലാന്റിക് സമുദ്രമുണ്ട്, ആർട്ടിക് സമുദ്രമുണ്ട്, ഇന്ത്യൻ സമുദ്രം, അതുപോലെ ദക്ഷിണ സമുദ്രം. ഓക്കെ, ഇനി ഇവിടെ ഒരു പത്രവാർത്താണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. INSV തിരിണിയിൽ പോയിന്റ് നിമോ മറികടന്ന് ഇന്ത്യൻ വനിതകൾ. ഇതെന്താണ് പോയിന്റ് നിമോ എന്ന സമുദ്രഭാഗത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാണ് കേട്ടോ. കരയിൽ നിന്നും ഏറ്റവും അകലെയുള്ള സമുദ്രഭാഗമാണിത്. കരയിൽ നിന്നും ഏറ്റവും അകലെയുള്ള സമുദ്രഭാഗമാണിത് പോയിന്റ് നിമോ എന്നിട്ടോ. പോയിന്റ് നിമോ
ഓക്കെ. ഈ കേന്ദ്രത്തിൽ നിന്ന് തൊട്ടടുത്ത എന്താണ് കരയിലേക്ക് എത്താൻ 2000 കിലോമീറ്ററിലധികം സഞ്ചരിക്കണം. പോയിന്റ് നീമോ പസഫിക് സമുദ്രത്തിലാണ് കേട്ടോ. എവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണ് പോയിന്റ് നീമോ. ഇപ്പൊ പോയിന്റ് നീമോയിൽ നിന്നാണ് തൊട്ടടുത്ത കരയിലെത്താൻ 2000 കിലോമീറ്ററിലധികം സഞ്ചരിക്കണം. ഇനി പസഫിക് സമുദ്രം നോക്കട്ടോ. ഏറ്റവും വലുതും ആഴമേറിയതുമായ സമുദ്രമാണ് പസഫിക് സമുദ്രം. ഭൗമോപരിതലത്തിന്റെ 1/3 ഈ സമുദ്രത്താൽ ആവരണം ചെയ്തിരിക്കുന്നു. ഓക്കെ. ഏറ്റവും വലുതും ആഴമേറിയതുമായിട്ടുള്ള സമുദ്രം ഏതാണെന്ന് വെച്ചാൽ പസഫിക് ആണ്. ഭൗമോപരിതലത്തിന്റെ 1/3 കേട്ടോ, 1/3 ഈ സമുദ്രത്താൽ ആവരണം ചെയ്തിട്ടുണ്ട്. ഓക്കെ. പസഫിക് എന്ന് ഇവിടെ കൊടുത്തു നോക്കാം. ലോക സഞ്ചാരിയായ ഫെർഡിനൻസ് മെഗല്ലൻ ആണ് അതായത് പസഫിക് സമുദ്രത്തിന് ഈ പേര് നൽകിയത് കേട്ടോ. പസഫിക് സമുദ്രത്തിന് ആരാണ് പസഫിക് എന്ന പേര് നൽകിയത്? ലോക സഞ്ചാരിയായ ഫെർഡിനൻസ് മെഗല്ലൻ ആണ്. അദ്ദേഹം ഈ സമുദ്രത്തെ മാർ പസഫിക്കോ എന്ന് വിളിച്ചു. ഈ വാക്കിന് ശാന്തം എന്നാണ് അർത്ഥം. അറ്റ്ലാന്റിക് സമുദ്രത്തെക്കാൾ ശാന്തമായാണ് പസഫിക് സമുദ്രം എന്ന് തോന്നിയതിനാലാണ് അദ്ദേഹം അങ്ങനെ പേര് നൽകിയത്. ഓക്കെ. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് ഈ സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രത്തിലാണ് ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത്. ഫിലിപ്പീൻസ്, ജപ്പാൻ, ഹവായ്, ന്യൂസിലാൻഡ് എന്നിവയാണ് പസഫിക് സമുദ്രത്തിലെ ചില പ്രധാന ദ്വീപ സമൂഹങ്ങൾ. പസഫിക് സമുദ്രത്തിന്റെ ഭാഗമായ മരിയാന ട്രഞ്ചിലെ ചലഞ്ചർ ഗർത്തമാണ് ലോകത്തിലെ ഏറ്റവും ആയമേറിയ ഭാഗം. ഓക്കെ. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മരിയാന ട്രഞ്ചിലെ ചലഞ്ചർ ഗർത്തം കേട്ടോ. ഈ ഒരു പസഫിക് സമുദ്രത്തിന്റെ ഭാഗമായ മരിയാന ട്രഞ്ചിലെ ചലഞ്ചർ ഗർത്തമാണ് ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. ഓക്കെ. നിരവധി ഗർത്തങ്ങളും സജീവ അഗ്നിപർവ്വതങ്ങളും ഈ സമുദ്രത്തിന്റെ സവിശേഷതയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നതും ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രത്തിലാണ്. ഏതൊക്കെ ദ്വീപുകളാണ് പറയുന്നത്? ഫിലിപ്പീൻസ്, ജപ്പാന്, ഹവായ്, ന്യൂസിലാൻഡ് എന്നിവയാണ് പ്രധാനപ്പെട്ട ദ്വീപ സമൂഹങ്ങൾ കേട്ടോ. അതുപോലെ തന്നെ പസഫിക് സമുദ്രത്തിന്റെ ഭാഗമായിട്ടുള്ള മരിയാന ട്രഞ്ചിലെ ചലഞ്ചർ ഗർത്തമാണ് ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. നിരവധി ഗർത്തങ്ങളും സജീവ അഗ്നിപർവ്വതങ്ങളും ഈ സമുദ്രത്തിന്റെ സവിശേഷതയാണ്. ഇനി പസഫിക് സമുദ്രവുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാനുണ്ട്. പ്രധാന ദ്വീപുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഫിലിപ്പീൻസ് ഉണ്ടായിരുന്നു, ഫിലിപ്പീൻസ്, ജപ്പാന്, അതുപോലെ ഹവായ് ഒക്കെ പറഞ്ഞു അല്ലെ. ഏറ്റവും ആയമേറിയ ഭാഗം ചലഞ്ചർ ഗർത്താണ് അല്ലെ. ചലഞ്ചർ ഗർത്തം. അതിർത്തി പങ്കിടുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയായിരുന്നു? നമുക്കിവിടെ ഈ ഒരു ചിത്രത്തിൽ തന്നിട്ടുണ്ടായിരുന്നു. തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, ആർട്ടിക്, പിന്നെന്താണ് ഏഷ്യ, ഓസ്ട്രേലിയ കേട്ടോ. ഓസ്ട്രേലിയ, ഏഷ്യ, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക. ഇനി അടുത്തത് അറ്റ്ലാന്റിക് സമുദ്രമാണ് കേട്ടോ. ഇവിടെ ഒരു പത്രവാർത്ത കൊടുത്തിട്ടുണ്ട്. വാഷിംഗ്ടൺ മാതൃപേടകമായ പോളാർ പ്രിൻസ് കപ്പലുമായുള്ള ആശയവിനിമയ ബന്ധം നഷ്ടപ്പെട്ടതിന് പിന്നാലെ സമുദ്രപേടകമായ ടൈറ്റൻ തകർന്നടിഞ്ഞു. 1912 അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിപ്പോയ ടൈറ്റാനിക് എന്ന ആഡംബര കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് യാത്ര തിരിച്ച 5 അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഇത് അടുത്തുണ്ടായ ഒരു സംഭവമാണ്, നമുക്കറിയാം. ഇതെവിടെയാണ്? ഈ വാർത്തയിൽ പരാമർശിക്കുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ കൂടുതൽ സവിശേഷതകളാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള സമുദ്രം ഏതാ? അറ്റ്ലാന്റിക് സമുദ്രമാണ് കേട്ടോ. 2ാം സ്ഥാനമാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസിനോട് സാമ്യമുള്ളതാണ് ഇതിന്റെ ആകൃതി കേട്ടോ. ഏകദേശം ഒരു എസിന്റെ ആകൃതിയാണ് ഈ ഒരു അറ്റ്ലാന്റിക് സമുദ്രത്തിനുള്ളത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് കേട്ടോ. ഏറ്റവും തിരക്കേറിയ സമുദ്രപാത കേട്ടോ. സമുദ്രപാത അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അപ്പൊ വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള സമുദ്രമാണ്. അതുപോലെ എസ് ആകൃതിയാണ് എന്ന് പറഞ്ഞു. അതുപോലെ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത അറ്റ്ലാന്റിക് സമുദ്രത്തിലാണെന്നും പറഞ്ഞു. ഓക്കെ. ഇനി സമുദ്രത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സമുദ്രാന്തർ പർവ്വതനിര, മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ. എന്താണ്? സമുദ്രത്തിന്റെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സമുദ്രാന്തർ പർവ്വതനിരയായ മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര കേട്ടോ.
ഇതിന്റെ മറ്റൊരു പ്രത്യേകത. അപ്പൊ മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് കേട്ടോ. അടുത്തത് പ്യൂർട്ടോറിക്കോ ട്രെഞ്ചിലെ മിൽവോക്കി ഡീപ്പ് ആണ് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം കേട്ടോ. അപ്പൊ പ്യൂർട്ടോറിക്കോ ട്രെഞ്ചിലെ മിൽവോക്കി ഡീപ്പാണ് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. ന്യൂ ഫൗണ്ട്ലാൻഡ്, ഐസ്ലാൻഡ് തുടങ്ങിയവ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പ്രധാനപ്പെട്ട ദ്വീപുകളാണ് കേട്ടോ. ന്യൂ ഫൗണ്ട്ലാൻഡ് അതുപോലെ ഐസ്ലാൻഡ് ഒക്കെ എന്താണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട ദ്വീപുകളിൽ ചിലതാണ്. ഓക്കെ, അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഒരു മാപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെ പിന്നെ വൻകരകളായിട്ട് എന്താണ് പങ്കിടുന്നുണ്ട്? അതിർത്തികളുണ്ട്. തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, അതുപോലെ എന്താണ് ആഫ്രിക്ക, യൂറോപ്പ് ട്ടോ. വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്. ഓക്കെ, ഇനി കുട്ടികൾക്ക് ഇവിടെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പേര്, സ്വാഭാവിക അതിരുകൾ, പ്രധാനപ്പെട്ട ദ്വീപുകൾ, ഏറ്റവും ആഴമേറിയ ഗർത്തൊക്കെ അവിടെ എഴുതാനാണ്. നമുക്കറിയാം ഇവിടുന്ന് ഏറ്റവും ആഴമേറിയ ഗർത്ത് ഏതായി നമ്മൾ പറഞ്ഞത് മിൽവോക്കി ഡീപ്പ് ആണ് കേട്ടോ. മിൽവോക്കി ഡീപ്പ് ഇമ്പോർട്ടന്റ് ആണ്. മിൽവോക്കി ഡീപ്പ് ഗർത്തം എവിടെയാണ് കാണപ്പെടുന്നത്? നമുക്കറിയാം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്യൂർട്ടോറിക്കോ ട്രെഞ്ചിലെ മിൽവോക്കി ഡീപ്പ് ആണ് അല്ലെ. ഓക്കെ, ദ്വീപുകൾ നമ്മൾ ന്യൂ ഫൗണ്ട്ലാൻഡ്, ഐസ്ലാൻഡ് ഒക്കെ പ്രധാനപ്പെട്ട ദ്വീപുകളാന്ന് പറഞ്ഞു. ഇനി ഇവിടെ എന്താണ്? 3 വാർത്താ തലക്കെട്ടുകളാണ് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? വികസന ചിറകിൽ വീനം അന്താരാഷ്ട്ര തുറമുഖം, പുതുചരിത്രമേതി വീനം, വീനം ഇന്ത്യയുടെ പുതിയ ലോക കവാടം. നമ്മുടെ വീനം അന്താരാഷ്ട്ര തുറമുഖത്തെ പറ്റിയിട്ടുള്ള തലക്കെട്ടുകളാണ് അല്ലെ, വാർത്താ തലക്കെട്ടുകളാണ്. എവിടെയാണ്, ഏത് സമുദ്രത്തിലാണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായിട്ടുള്ള അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായിട്ടുള്ള അറബിക്കടലിലാണ് വീനം അന്താരാഷ്ട്ര തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തെ പറ്റിയാണ് നോക്കാനുള്ളത്. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ സമുദ്രം. അപ്പൊ ഒരു പ്രത്യേകത പറയാണ്, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ സമുദ്രം കേട്ടോ. വലിപ്പത്തിൽ 3ാം സ്ഥാനമാണ് ഇതിനുള്ളത്. ഓക്കെ, തേർഡ് ആണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം തേർഡ് ആണ്. ഫസ്റ്റ് നമ്മൾ പസഫിക് പറഞ്ഞു, രണ്ടാമത്തെ അറ്റ്ലാന്റിക്, മൂന്നാമത്തത് ഇന്ത്യൻ മഹാസമുദ്രം. രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം ഏതാ? ഇന്ത്യൻ മഹാസമുദ്രം കേട്ടോ. ഇന്ത്യൻ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂഖണ്ഡങ്ങളാണ് ചോദിച്ചിട്ട് ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ ആണ് അല്ലെ. ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ. ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ എന്നിവ ഇന്ത്യൻ സമുദ്രത്തിന്റെ ഭാഗങ്ങളാണ്. സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ് ജാവ ട്രെഞ്ച് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം ചോദിച്ചാൽ അത് ജാവ ട്രെഞ്ച് ആണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷമാൻ ദ്വീപ്, മാലിദ്വീപ്, ശ്രീലങ്ക തുടങ്ങിയവ ഇവിടുത്തെ പ്രധാനപ്പെട്ട ദ്വീപുകളാണ് കേട്ടോ. ഏതൊക്കെ ദ്വീപ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകള്, ലക്ഷദ്വീപ്, മാലിദ്വീപ്, ശ്രീലങ്ക തുടങ്ങിയവ. നമുക്ക് ദ്വീപുകൾ പഠിക്കാനില്ല നമ്മുടെ സിലബസിൽ. ഓക്കെ, അപ്പൊ ഇതൊക്കെ എവിടെയാണ്? നമ്മുടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിന് പ്രധാനപ്പെട്ട ദ്വീപുകളാണ് ഇതൊക്കെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ്, മാലദ്വീപ്, ശ്രീലങ്ക തുടങ്ങിയവ കേട്ടോ പ്രധാനപ്പെട്ട ദ്വീപുകളാണ്. മലാക്ക കടലിടുക്ക് ഇന്ത്യൻ സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അപ്പൊ മലാക്ക കടലിടുക്കാണ് ഇന്ത്യൻ സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് കേട്ടോ. മലാക്ക കടലിടുക്ക്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ദക്ഷിണ സമുദ്രം. ഗ്ലോബ്, അറ്റ്ലസ് എന്നിവ നിരീക്ഷിച്ച് അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തെ വലയം ചെയ്തിരിക്കുന്ന സമുദ്രം കണ്ടെത്തൂ എന്നാണ് കേട്ടോ. ഏറ്റവും താഴെയായിട്ട് നമുക്ക് എന്താണ്? മാപ്പിൽ ഏറ്റവും താഴെയായിട്ടാണ് അന്റാർട്ടിക്ക കാണാൻ പറ്റിയല്ലേ. ഇവിടെ എന്താണ്? നമ്മുടെ അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തെ വലയം ചെയ്തിരിക്കുന്ന സമുദ്രം കണ്ടെത്താനാണ്. ദക്ഷിണ സമുദ്രമാണ് അല്ലെ, ദക്ഷിണ സമുദ്രം. അപ്പോ ദക്ഷിണ സമുദ്രം. ഇനി ആർട്ടിക് സമുദ്രത്തിന്റെ എന്താണ്? ഓക്കെ, ഇവിടെ ആർട്ടിക് സമുദ്രത്തിന് ഒന്നും കൂടി എന്താണ്? കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽ ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആർട്ടിക് സമുദ്രത്തിന്റെ ഉത്തര ധ്രുവാണ് അല്ലെ. ഉത്തര ധ്രുവത്തിലാണ് ഇവിടെ ആർട്ടിക് സമുദ്രം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി എന്താണ്? നമ്മുടെ ഗ്ലോബിന്റെ ദക്ഷിണ ധ്രുവത്തിലാണെന്ത്?
അപ്പൊ നമുക്ക് എന്താണ് അന്റാർട്ടിക്ക എവിടെ? അന്റാർട്ടിക്ക. ഓക്കെ, അന്റാർട്ടിക്ക കാണാൻ പറ്റുന്നത് എന്താണ്? നമ്മുടെ ദക്ഷിണ ധ്രുവത്തിലാണ് അന്റാർട്ടിക്ക കാണാൻ പറ്റുന്നത് അല്ലെ, ഗ്ലോബിന്റെ. ഓക്കെ, അന്റാർട്ടിക്കയ്ക്ക് ചുറ്റുമുള്ള ഏകദേശം 60 ഡിഗ്രി ദക്ഷിണ അക്ഷാംശം വരെ ദക്ഷിണ സമുദ്രം വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അപ്പൊ അന്റാർട്ടിക്കയ്ക്ക് ചുറ്റുമായി ഏകദേശം 60 ഡിഗ്രി ദക്ഷിണം, അത് 0 ഡിഗ്രി ആണ് അല്ലെ. ഇവിടുന്ന് താഴോട്ടാണ് പറയുന്നത് കേട്ടോ. 60 ഡിഗ്രി ദക്ഷിണ അക്ഷാംശം വരെ ദക്ഷിണ സമുദ്രം വ്യാപിച്ചു കിടക്കുന്നു. ആർട്ടിക് ഒഴികെ മറ്റെല്ലാ സമുദ്രങ്ങളുമായും അതിർത്തി പങ്കിടുന്ന ഈ സമുദ്രത്തിന് വലിപ്പത്തിൽ 4-ാം സ്ഥാനമാണുള്ളത്. ഓക്കെ, അപ്പൊ ആർട്ടിക് ഒഴികെ മറ്റെല്ലാ സമുദ്രങ്ങളുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട് ഈ ഒരു ദക്ഷിണ സമുദ്രം. ഓക്കെ, വലിപ്പത്തിൽ 4-ാം സ്ഥാനം ആർക്കാണ്? ദക്ഷിണ സമുദ്രത്തിനാണ് കേട്ടോ. ഡോൾമാൻ, ഹേഡ് എന്നിവ സമുദ്രത്തിലെ ചില ദ്വീപുകളാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ദക്ഷിണ സമുദ്രത്തിലെ ദ്വീപുകളാണ് ഡോൾമാനും ഹേഡും. സൗത്ത് സാൻഡ്വിച്ച് ട്രെഞ്ചിലെ ഫാക്ടോറിയൻ ഗർത്തമാണ് ഇവിടുത്തെ ഏറ്റവും ആഴമേറിയ ഭാഗം കേട്ടോ. ഫാക്ടോറിയൻ ഗർത്തം കേട്ടോ. സാൻഡ്വിച്ച് ട്രെഞ്ചിലെ ഫാക്ടോറിയൻ ഗർത്തമാണ് ഇവിടുത്തെ, അതായത് ദക്ഷിണ സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. അപ്പൊ ഓരോ സമുദ്രങ്ങൾ പഠിക്കുമ്പോൾ എന്താണ് അതിലെ ഗർത്തങ്ങളും അതുപോലെ ദ്വീപുകളും അതുപോലെ അതിന്റെ എന്താണ് കരഭാഗങ്ങളൊക്കെ നമ്മൾ എന്താണ് നോക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഓരോന്ന് നോട്ട് ചെയ്ത് പഠിക്കട്ടോ. അടുത്തത് എന്താണ്? ആർട്ടിക് സമുദ്രമാണ് കേട്ടോ. ആർട്ടിക് സമുദ്രം ഭൂരിഭാഗവും ആർട്ടിക് വൃത്തത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ആർട്ടിക് സമുദ്രത്തിലാണ് ഉത്തര ധ്രുവം ഉള്ളത്. ആർട്ടിക് സമുദ്രത്തിലാണ് ഉത്തര ധ്രുവം ഉള്ളത് കേട്ടോ. ഉത്തര ധ്രുവം ഏറ്റവും ചെറുതും ആയം കുറഞ്ഞതുമായ സമുദ്രമാണിത്. ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ്? അത് ആർട്ടിക് സമുദ്രം. ഏറ്റവും വലുത് പസഫിക് സമുദ്രം അല്ലെ. വർഷത്തിൽ ഭൂരിഭാഗവും ഇടം മഞ്ഞുറഞ്ഞ അവസ്ഥയിലാണ്. മെല്ലോയ് ഗർത്തമാണ് ഈ സമുദ്രത്തിലെ ഏറ്റവും ആയമേറിയ ഭാഗം കേട്ടോ. ഏതാണ്? മെല്ലോയ് ഗർത്തം. ഓക്കെ, മെല്ലോയ് ഗർത്തമാണ് ഈ ഒരു ആർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ആയമേറിയ ഭാഗം. ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളുടെ വടക്കേ അതിർത്തി കൂടിയാണ് ആർട്ടിക് സമുദ്രം കേട്ടോ. ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളുടെ വടക്കേ അതിർത്തിയാണ് ആർട്ടിക് സമുദ്രം. ഓക്കെ, ഇനി എന്താണ്? സമുദ്രങ്ങളുമായി ബന്ധപ്പെട്ട വർക്ക് ഷീറ്റ് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മുകളിൽ കൊടുത്തിട്ടുള്ള എന്താണ് ഓരോന്ന് എഴുതാനായിട്ട് വലിപ്പക്രമം നമുക്കൊന്ന് എഴുതി നോക്കാം. ദക്ഷിണ സമുദ്രത്തായിരുന്നു. ദക്ഷിണ സമുദ്രം 4-ാം സ്ഥാനമാണുള്ളത് അല്ലെ. ആർട്ടിക് സമുദ്രം 5ആണ്, പസഫിക് 1ആണ്, അറ്റ്ലാന്റിക് 2ആണ്, അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രം 3ആണ്. ബാക്കി ആയമേറിയ ഭാഗവും പ്രധാന ദ്വീപുകളൊക്കെ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ ഓരോന്നും പറയുമ്പോൾ. ഓക്കെ, അടുത്തത് സമുദ്രജലവും ചലനങ്ങളും ആണ് കേട്ടോ. അതിവിശാലമായ മണൽപ്പരപ്പ്, നോക്കെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന അനന്തമായ കടൽ, വട്ടമിട്ട് പറക്കുന്ന കടൽക്കാക്കകളും പരുന്തുകളും, ഓളപ്പരപ്പിലൂടെ ഒഴുകി നടക്കുന്ന വഞ്ചികളും ബോട്ടുകളും, ഒന്നിനു പിറകെ ഒന്നായി തീരം തൊട്ട് തിരികെ പോകുന്ന തിരമാലകൾ. ചിലപ്പോൾ താരാട്ടു പാടി വന്ന് എന്റെ കാലുകളെ തഴുകി മടങ്ങി, മറ്റു ചിലപ്പോൾ ഗംഭീര ശബ്ദത്തോടെ ആർത്തിരമ്പി കരയിലേക്ക്. ഒരു കുസൃതിത്തിര എന്നെ ആകെ നനച്ചു. അങ്ങനെ ഞാൻ ആദ്യമായി കടൽ വെള്ളത്തിന്റെ രുചി അറിഞ്ഞു. എന്തൊരുപ്പാണി കടൽ വെള്ളത്തിന്. എന്താണ്? പഠനയാത്രയുടെ ഭാഗമായി ഇടുക്കിയിൽ നിന്നും ആദ്യമായി കടൽ കാണാൻ എത്തിയ ദിയയുടെ അനുഭവക്കുറിപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്താണ് തിരമാലകൾ? കാറ്റ് സമുദ്രോപരിതലത്തിൽ ഉണ്ടാക്കുന്ന ചലനമാണ് തിരമാലകൾ. എന്താണ്? കാറ്റ് സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ ഉണ്ടാക്കുന്ന ചലനമാണ് തിരമാലകൾ കേട്ടോ. കാറ്റ് സൃഷ്ടിക്കുന്ന ഊർജ പ്രവാഹങ്ങൾ സമുദ്രോപരിതലത്തിൽ ഉയർച്ച താഴ്ചകൾ സൃഷ്ടിക്കുന്നു. ജലോപരിതലത്തെ സ്പർശിച്ച് കാറ്റ് വീശുമ്പോഴാണ് സാധാരണയായി തിരമാലകൾ ഉണ്ടാകുന്നത്. സമുദ്രജലത്തിന്റെ തുടർച്ചയായ ഉയർച്ച താഴ്ചകളാണ് തിരമാലകൾ. കാറ്റിന്റെ വേഗത വർദ്ധിക്കുന്നതിനനുസരിച്ച് തിരമാലകളുടെ വലിപ്പവും വർദ്ധിക്കുന്നു. ഓക്കെ, തിരമാലകൾ കൂടാതെ വേലിയിറക്കങ്ങളും സമുദ്രജല പ്രവാഹങ്ങളും സമുദ്രജല ചലനങ്ങളിൽ ഉൾപ്പെടുന്നു കേട്ടോ. അപ്പൊ തിരമാലകൾ കൂടാതെ എന്താണ്? വേലിയിറക്കങ്ങളും സമുദ്രജല പ്രവാഹങ്ങളും സമുദ്രജല ചലനങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി സമുദ്രജല നിരപ്പ് നിശ്ചിത ഇടവേളകളിൽ ഉയരുകയും താഴുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് വേലിയിറക്കങ്ങൾ. എന്താ ഇപ്പൊ വേലിയേറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്രജലനിരപ്പ് നിശ്ചിത ഇടവേളകളിൽ എന്താണ് ഉയരുന്നതാണ് വേലിയേറ്റം, അതുപോലെ താഴുന്നത് എന്താണ്? വേലിയിറക്കം. ഇനി സമുദ്രജലനിരപ്പ് ഉയരുന്നതിനെ വേലിയേറ്റം എന്നും താഴുന്നതിനെ വേലിയിറക്കം എന്നും പറയുന്നു. സമുദ്രത്തിനുള്ളിലൂടെ നദികൾ ഒഴുകുന്നത് സങ്കല്പിക്കൂ. സമുദ്രജലം കിലോമീറ്ററുകളോളം നദികളെ പോലെ സമുദ്രത്തിനുള്ളിലൂടെ ഒഴുകുന്നുണ്ട്. ഇങ്ങനെ സമുദ്രങ്ങളിൽ നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെ തുടർച്ചയായി ജലം ഒഴുകുന്ന പ്രതിഭാസമാണ് സമുദ്രജല പ്രവാഹം. എന്താണ് സമുദ്രജല പ്രവാഹം?
സമുദ്രത്തിനുള്ളിലൂടെ നദികൾ ഒഴുകുന്നത് സങ്കല്പിക്കാനാണ് പറഞ്ഞത്. അപ്പൊ സമുദ്രജലം കിലോമീറ്ററുകളോളം നദികളെ പോലെ സമുദ്രത്തിനുള്ളിലൂടെ ഒഴുകുന്നുണ്ട്. ഓക്കെ, സമുദ്രജലം കിലോമീറ്ററുകളോളം നദികളെ പോലെ സമുദ്രത്തിനുള്ളിലൂടെ ഒഴുകുന്നുണ്ട്. ഇങ്ങനെ സമുദ്രങ്ങളിൽ നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെ തുടർച്ചയായി ജലം ഒഴുകുന്ന പ്രതിഭാസമാണ് സമുദ്രജല പ്രവാഹം. എല്ലാ സമുദ്രങ്ങളിലും ഇത്തരം സമുദ്രജല പ്രവാഹങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് വേലിയേറ്റ വേലിയിറക്കങ്ങളെ പറ്റിയും സമുദ്രജല പ്രവാഹങ്ങളെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വേലിയേറ്റ വേലിയിറക്കങ്ങൾ ചന്ദ്രന്റെയും സൂര്യന്റെയും ഗുരുത്വാകർഷണ ബലം, അപകേന്ദ്ര ബലം എന്നിവ കാരണം സമുദ്രജലനിരപ്പ് ഉയരുകയും താഴുകയും ചെയ്യുന്നതാണ് വേലിയേറ്റവും വേലിയിറക്കവും. അപ്പൊ എന്തൊക്കെ കാരണമാണ് സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ബലവും അപകേന്ദ്ര ബലമായിട്ട് കാരണം? വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും കാരണമായിട്ടുള്ള ബലം ചോദിച്ചാല് ഗുരുത്വാകർഷണ ബലവും അപകേന്ദ്ര ബലവുമാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഭൂമിയിൽ ചന്ദ്രന് അഭിമുഖമായി വരുന്ന വശത്ത് ഗുരുത്വാകർഷണ ബലത്താൽ വിപരീത വശത്ത് അപകേന്ദ്ര ബലത്താലും ഒരേ സമയം വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഭൂമിയിൽ ചന്ദ്രന് അഭിമുഖമായി വരുന്ന വശത്ത് ഗുരുത്വാകർഷണ ബലത്താലും വിപരീത വശത്ത് അപകേന്ദ്ര ബലത്താലും ഒരേ സമയം വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ സമയം ഭൂമിയിൽ മറ്റ് സമുദ്രഭാഗങ്ങളിൽ വേലിയിറക്കവും അനുഭവപ്പെടുന്നു. ഓക്കെ, അപ്പൊ ചന്ദ്രൻ അഭിമുഖമായിട്ട് വരുന്ന ഭാഗത്ത് ഗുരുത്വാകർഷണ ബലത്താലും അതുപോലെ എന്താണ് വിപരീത വശത്ത് എന്താണ് അപകേന്ദ്ര ബലത്താലും ഒരേ സമയം വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ സമയം എന്താണ് ഭൂമിയിലെ മറ്റ് സമുദ്രഭാഗങ്ങളിൽ വേലിയിറക്കമാണ് അനുഭവപ്പെടുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത സമുദ്രജല പ്രവാഹങ്ങൾ എന്താണെന്ന് കേട്ടോ. സമുദ്രങ്ങളിൽ നിശ്ചിത പാതയിലൂടെ സമുദ്രജലം തുടർച്ചയായി ഒഴുകുന്ന പ്രതിഭാസമാണ് സമുദ്രജല പ്രവാഹം. ഓക്കെ, അതുപോലെ കാറ്റ് സമുദ്രജലത്തിന്റെ ഊഷ്മാവിൽ ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ, ലവണത്വത്തിലെ വ്യത്യാസങ്ങൾ, ഭൂമിയുടെ ഭ്രമണം തുടങ്ങിയവ സമുദ്രജല പ്രവാഹങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അപ്പൊ കാറ്റ് സമുദ്രജലത്തിന്റെ ഊഷ്മാവിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ലവണത്വത്തിലെ വ്യത്യാസങ്ങൾ, ഭൂമിയുടെ ഭ്രമണം, അതൊക്കെ എന്താ സമുദ്രജല പ്രവാഹങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ കൂടെ എന്താണ് ഒരു ആശയപടം പൂർത്തിയാക്കാൻ സമുദ്രത്തിലെ ചലനങ്ങൾ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാറ്റ് സമുദ്രോപരിതലത്തിൽ ഉണ്ടാക്കുന്ന ചലനമാണ് തിരമാല അല്ലെ. തിരമാല ഒരു സമുദ്രജലതല തിരമാല നമ്മൾ പറഞ്ഞു. വേലിയേറ്റവും വേലിയിറക്കവും പറഞ്ഞു. പിന്നെ സമുദ്രജല പ്രവാഹം അല്ലെ, സമുദ്ര ജല പ്രവാഹം. അപ്പൊ വേലിയേറ്റവും വേലിയിറക്കവും നമ്മൾ പറഞ്ഞില്ലേ. എന്തായിരുന്നു വേലിയേറ്റവും വേലിയിറക്കവും? നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? ചന്ദ്രനെയും സൂര്യനെയും ഗുരുത്വാകർഷണ ബലം, അപകേന്ദ്ര ബലം എന്നിവ കാരണം സമുദ്രജലനിരപ്പ് ഉയരുകയും താഴുകയും ചെയ്യുന്നതാണ് വേലിയേറ്റവും വേലിയിറക്കവും അല്ലെ. ഇനി സമുദ്രജല പ്രവാഹം എന്തായിരുന്നു? സമുദ്രത്തിൽ നിശ്ചിത പാതയിലൂടെ സമുദ്രത്തിലും തുടർച്ചയായി ഒഴുകുന്ന പ്രതിഭാസമാണ് സമുദ്രജല പ്രവാഹം. ഓക്കെ, എല്ലാ ജലസ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ജലത്തിലും ധാതു ലവണങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. എന്നാൽ സമുദ്രജലത്തിൽ ലവണങ്ങളുടെ അളവ് പൊതുവെ കൂടുതലാണ്. അതുകൊണ്ടാണ് സമുദ്രജലത്തിന് ഉപ്പുരസമുള്ളത്. ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള എല്ലാ ധാതു ലവണങ്ങളുടെയും മൊത്തം അളവ് ആണ് ലവണത്വം. അപ്പൊ എന്താ ലവണത്വം എന്ന് പറഞ്ഞാല് ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള എല്ലാ ധാതു ലവണങ്ങളുടെയും മൊത്തം അളവാണ് ലവണത്വം കേട്ടോ. ഇനി എന്താണ് സമുദ്രവും മനുഷ്യരും എന്നുള്ള ഹെഡിങ് ആണ് അല്ലെ. എന്താണ് അമൂല്യമായ വിഭവങ്ങളുടെ ഉറവിടങ്ങളാണ് സമുദ്രങ്ങൾ. സമുദ്രങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്? ചിത്രം നിരീക്ഷിച്ച് പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചിത്രത്തിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? സമുദ്രവും മനുഷ്യരും അല്ലെ. എന്തൊക്കെ കാര്യങ്ങളിലാണ് പിന്നെ നമുക്ക് ഈ ഒരു കാലാവസ്ഥ നിയന്ത്രിക്കുന്നുണ്ട് അല്ലെ. കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നുണ്ട് സമുദ്രങ്ങൾ. പിന്നെ അതുപോലെ ഭക്ഷ്യവിഭവങ്ങൾ നൽകുന്നുണ്ട് അല്ലെ. നമുക്ക് ഭക്ഷ്യവിഭവങ്ങൾ നൽകുന്നു. ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. വിനോദവും ടൂറിസവും അല്ലെ. വിനോദവും ടൂറിസവും അതുപോലെ ധാതു സമ്പത്തിന്റെ ഉറവിടാണ് അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാൻ പറ്റുക. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഭക്ഷ്യവിഭവങ്ങൾ നൽകുന്നുണ്ട് അല്ലെ. ഭക്ഷ്യവിഭവങ്ങൾ നൽകുന്നുണ്ട്. ഭക്ഷ്യ വിഭവങ്ങൾ നൽകുന്നു. ഭക്ഷ്യവിഭവങ്ങൾ, ധാതു സമ്പത്ത്, അതുപോലെ വിനോദവും ടൂറിസവും അല്ലെ. വിനോദവും ടൂറിസവും. ഓക്കെ, പ്രാചീന കാലം മുതൽ മനുഷ്യർ സമുദ്രങ്ങളെ ഉപജീവനത്തിനായി ആശ്രയിക്കുന്നു. മത്സ്യസമ്പത്തിനൊപ്പം മൂല്യമേറിയ മറ്റു വിഭവങ്ങളും സമുദ്രം പ്രദാനം ചെയ്യുന്നു. രാജ്യാന്തര വാണിജ്യ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് സമുദ്ര ഗതാഗതം സഹായിക്കുന്നു. ആഗോള താപനത്തെ നിയന്ത്രിക്കുന്നതിലും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നതിലും സമുദ്രങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. സമുദ്രതീരങ്ങൾ പൊതുവെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടിയാണ്. ഓക്കെ,
ഇനി സമുദ്രജല മലിനീകരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണ്? പ്ലാസ്റ്റിക് കൊണ്ടുള്ള മലിനീകരണം, അതുപോലെ എന്താണ് പുക മലിനീകരണം, അതുപോലെ പിന്നെന്താണ് പ്ലാസ്റ്റിക്കുകളൊക്കെ കാണാം അല്ലെ. ഇങ്ങനെ തിരമാലകയിൽ പെട്ടിങ്ങാന് തിരിച്ചെന്താണ് കരയിലേക്ക് തന്നെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലെ. അങ്ങനെ ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യങ്ങള്. ഇത്തരം കാഴ്ചകൾ നിങ്ങൾക്ക് പരിചിതമാണല്ലോ. സമുദ്രങ്ങൾ പലതരത്തിലുള്ള വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. മലിനീകരണമാണ് സമുദ്രങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം. രാസവസ്തുക്കളും മറ്റ് ഹാനികരമായ പദാർത്ഥങ്ങളും സമുദ്രത്തിൽ എത്തിച്ചേരുന്നതും സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണ്. സമുദ്രങ്ങളെ മാത്രമല്ല നദികൾ, തടാകങ്ങൾ തുടങ്ങിയ ശുദ്ധജല സ്രോതസ്സുകളെയും മലിനീകരണം ബാധിക്കുന്നു. സമുദ്രജല സംരക്ഷണ മാർഗങ്ങളാണ് പ്ലാസ്റ്റിക്, രാസവസ്തുക്കൾ മുതലായവ സമുദ്രങ്ങളിലേക്ക് എത്തുന്നത് തടയുക, തീരങ്ങളെ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുക, സമുദ്ര സംരക്ഷണത്തെക്കുറിച്ച് അവബോധം വളർത്തുക, സുസ്ഥിരമല്ലാത്ത മത്സ്യബന്ധനം നിയന്ത്രിക്കുക, സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കുക കേട്ടോ. ഇനി സമുദ്രങ്ങളെയും അവയുടെ സവിശേഷതകളെയും നാം തിരിച്ചറിഞ്ഞല്ലോ. സൂക്ഷ്മജീവികൾ മുതൽ തിമിംഗലം വരെയുള്ള വ്യത്യസ്ത ജീവവർഗ്ഗങ്ങളും വൈവിധ്യമാർന്ന സസ്യജാലങ്ങളും അടങ്ങിയ സമുദ്ര ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ജലത്തിന്റെ ദുരുപയോഗവും അതുപോലെ എന്താണ് മലിനീകരണവും ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയിലായിത്തിരിക്കുന്നതിനാൽ ജലസംരക്ഷണത്തിനായി നമുക്ക് കൈകോർക്കാം. ഭൂമി എന്നും ജലഗ്രഹമായി തന്നെ തുടരട്ടെ. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ കേട്ടോ. ഓക്കെ, സമുദ്രങ്ങളെ പറ്റിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.